ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്താണ്, നറുക്കെടുത്തപ്പോൾ ജനങ്ങളൊന്ന് കാണാൻ വേണ്ടി ഒരു ആവേശം കുണിച്ചാൻ വേണ്ടിയാണ്ട് ഒന്ന് ആ ഒരു ഇതിന് ഒരു ആവേശം കൊള്ളിച്ചല്ലോ, ആ ഒരു എടുക്കലെടുത്തു എന്നല്ലാതെ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. മതിയല്ലോ, നാട്ടുകാരെ ആവേശം കൊള്ളിക്കാൻ പോയിട്ട് ഇപ്പൊ നാട്ടുകാരുടെ വായിരിക്കുന്ന തെറിവിളി കേട്ടോണ്ടിരിക്കുക നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാങ്കാക്ക. അപ്പൊ കുഞ്ഞാങ്കാക്കാനെ പോലെ നാട്ടുകാരെ ആവേശം കൊള്ളിക്കാൻ ഇറങ്ങുന്ന ആളുകളോടാണ് കുഞ്ഞാങ്കാക്കയുടെ അനുഭവം ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. കുഞ്ഞാൻ കാക്ക, പാണ്ടിക്കാട് കുഞ്ഞാനുമായി ബന്ധപ്പെട്ട് ഈ അടുത്തായി നടക്കുന്ന കോൺട്രവേഴ്സികൾ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും അറിഞ്ഞതായിരിക്കും. അതുകൊണ്ട് തന്നെ തുടക്കം തൊട്ട് ഇങ്ങനെ വലിയ വിശദീകരണത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. ഒരു ലക്കി ഡ്രോ നടത്തി, ലാസ്റ്റ് നാട്ടുകാർ കയ്യോടെ പൊക്കി ഉടായിപ്പാണെന്ന്. പിന്നെ അതിന്റെ പേരും പറഞ്ഞ് തെറി കേട്ടോണ്ടിരിക്കുമ്പോൾ വന്നിരുന്ന് വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ വെളുപ്പിച്ച് ആശുപത്രി കിടക്കുന്ന ഒരു ഫോട്ടോയൊക്കെ ഞാൻ കണ്ടു. 1-2 പേര് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കുഞ്ഞാങ്കാക്കയുടെ മറ്റേ ഗ്ലൂക്കോസ് ഒക്കെ കൈ കുത്തിയിട്ട് കിടക്കുന്നത്. ഞാൻ ഇവിടെ കാണിച്ചു തരാം ഒരു ഫോട്ടോ. എന്ത് പറ്റിയാണെന്ന് എനിക്ക് അറിയത്തില്ല. നാട്ടുകാരിനിയും കയറി കൈ വെച്ചതാണോ, ഇനിയും കയ്യിൽ നിന്നെല്ലാം കൂടെ പോയി നാട്ടുകാരുടെ തെറിവിളി ഇനി ഒരു രക്ഷയില്ലാന്ന് മനസ്സിലായപ്പോൾ തല കറങ്ങി വീണ് ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയതാണോ ഒന്നും നമുക്ക് അറിയില്ല. എന്താണെങ്കിലും ആശുപത്രി കിടക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇങ്ങനെ പുറത്ത് കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തോ ആയിക്കോട്ടെ, നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അതായത് ഇപ്പൊ ലാസ്റ്റ് ഒരു മാർഗവും ഇല്ലാതെ വന്നപ്പോ കുഞ്ഞാങ്കാക്ക ഈ വീട് ഒരു ഉടമസ്ഥന്റെ ആ ഒരു വീടാണല്ലോ ലക്കി ഡ്രോയിലൂടെ കൊടുക്കുന്നത്. അപ്പം നാസർ അങ്ങാണ്ട് പറയുന്ന ഒരുത്തൻ. അപ്പോ ഇപ്പൊ എല്ലാം കൂടെ അവന്റെ തലയിലോട്ട് കൊണ്ടങ്ങ് ഇടുകയാണ് നമ്മുടെ കുഞ്ഞാങ്കാക്ക. നിങ്ങൾ ഈ ചെയ്യുന്നത് തീരെ ശരിയല്ല കേട്ടോ. വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോൾ മറ്റേ അവന്റെ നെഞ്ചത്തോട്ട് കൊണ്ടിടുന്നത് അത്ര നല്ല കാര്യമില്ല. ഒന്നുമില്ലെങ്കിലും ചാരിറ്റി ആയിട്ട് ചെയ്തതൊന്നും അല്ലല്ലോ, കാശ് മേടിച്ച് ചെയ്ത പരിപാടിയാണല്ലോ. 2 പ്രാവശ്യം ഇപ്പൊ പറയുന്ന കേട്ടു, ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തൊന്നും അല്ല, കാശ് മേടിച്ച് ചെയ്തതാന്ന്. അപ്പൊ അതിന്റെ നന്ദി കാണിക്കുക. ലാസ്റ്റ് അവന്റെ നെഞ്ചത്ത് മാത്രമായിട്ട് എടുത്ത് അങ്ങ് കൊണ്ടിടണ്ട. അപ്പൊ എന്താണെങ്കിലും നമുക്ക് കുറച്ച് വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണിച്ചു തരാനുണ്ട്. അതിനകത്ത് ആദ്യത്തെ ഒരു വീഡിയോ ക്ലിപ്പ് ലാസ്റ്റ് കുഞ്ഞാങ്കാക്ക ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഈ വീട് സമ്മാനം കിട്ടിയ ആ ഒരു വ്യക്തി കുഞ്ഞാങ്കാക്കയുടെ കൂടെ നിന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേൾക്കാം. എന്നിട്ട് ബാക്കി കുറച്ച് അൽഹുലത്ത് വീഡിയോ ക്ലിപ്പുകളും ഉണ്ട്, അതിലേക്കൊക്കെ വരാം. അതിന് മുമ്പ് ഇതൊന്ന് കണ്ടു തീർത്തോ. സാഫി ഉണ്ട്, അൻവറും ഉണ്ട് കൂടെ. എങ്ങനെയാണ് ഇവര് ടിക്കറ്റ് എടുത്തത്, അതാണ് ഇനി ജനങ്ങൾക്ക് അറിയേണ്ടത്. അതിന്റെ പ്രൂഫും കാര്യങ്ങളും എല്ലാം കാണിച്ചു തരണം എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ആദ്യം ഞാൻ സാഫിനോട് ഒരൊറ്റ കാര്യമുള്ളൂ ചോദിച്ചിരുന്നത്. സാഫിയെ, ഇജ് ആ വീട് തിരിച്ചു കൊടുക്കുകയാണെന്ന് പറഞ്ഞിരിക്കണെന്നാണ് പറയുന്നത് ജനങ്ങള്. പക്ഷെ ഞാൻ ആ വീഡിയോ കംപ്ലീറ്റ് കണ്ടപ്പോഴും ഇജ് കൊടുക്കണത് അതിലില്ല. അതെന്താ സംഭവം? അത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓൾറെഡി അതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരിക്കലും ആ വീട് തിരിച്ചു കൊടുക്കാന്ന് മൂപ്പരോട് പറഞ്ഞിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല, പല ഭാഗങ്ങളും കട്ട് ചെയ്തിട്ട് അത് എന്താക്കുകയാണ്, വീഡിയോ ആക്കിയിട്ട് ഇറക്കുകയാണ്. നമ്മൾ പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല്, തൽക്കാലം കൂടെ നിന്നോളി, ഞങ്ങൾക്ക് ഇവിടെ വന്ന് എപ്പോൾ വന്ന് എന്താ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് നാട്ടിൽ പരിപാടികളുണ്ട്, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ തന്നെ മൂപ്പര് പറഞ്ഞ എന്താ ബാങ്കിൽ ഓൾറെഡി എന്തോ ഒരു ലോണിന്റെ പേപ്പർ എന്തോ ക്ലിയർ ആവാനുണ്ട്, അത് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് എഗ്രിമെന്റ് കാര്യങ്ങൾ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോ എന്താ പറയാ, നമുക്ക് അർജന്റ് പോയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം മൂപ്പർ ഓൾറെഡി നമുക്ക് ചെയ്ത് തരാന്ന് പറഞ്ഞിട്ട് ഏറ്റിട്ടുണ്ട്. അതിന്റെ ഡോക്യുമെന്റും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കും. കാരണം അത് ഡോക്യുമെന്റ് ആണോ അല്ലെന്നുള്ളത് ആൾക്കാർക്ക് അറിയണമല്ലോ. ഡോക്യുമെന്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കാണിച്ചോ. എൻ്റെ ഒരു സംശയമാണ് ഷാഫിക്കാക്ക, അത് വേറൊന്നുമല്ല. നിങ്ങൾക്കൊരു സമ്മാനം കിട്ടി, ഒരു ലക്കി ഡ്രോ വഴി. അതിപ്പോൾ എങ്ങനെയും ആയിക്കോട്ടെ, സമ്മാനം നിങ്ങൾക്കുള്ളതാണല്ലോ. അപ്പോൾ ആ സമ്മാനം കിട്ടിയിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സമ്മാനം തന്ന വ്യക്തി തൽക്കാലം കുറച്ച് കാലത്തേക്ക് അവിടെ നിങ്ങൾ താമസിച്ചോ, നമുക്ക് മെല്ലെ മതി എന്നൊക്കെ പറഞ്ഞ് അയാളെ പിടിച്ച് അവിടെ നിർത്തുമ്പം ആർക്കാണെങ്കിലും സംശയം വരത്തില്ലയോ? വരും, അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് നാട്ടുകാരെടുത്ത് വെച്ച് നിങ്ങളെ എല്ലാത്തിനെയും ഉടുത്തോണ്ടിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്. നിങ്ങൾക്കൊരു സമ്മാനം കിട്ടിയ ആ സമ്മാനം ആരാണോ തന്നത്, പിന്നെ അയാൾക്ക് ആ ഒരു സമ്മാനമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. മനസ്സിലായില്ലേ? അതവിടെ കഴിഞ്ഞു. പക്ഷെ ഇവിടെ അതല്ല സംഭവിക്കുന്നത്. ഇവിടെ പിന്നെ അയാൾ ആ വീട്ടിൽ നിൽക്കുന്നു, നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഷാഫിക്കൊക്കെ പറയുന്നു, നസറിക്ക നിങ്ങൾ അവിടെ നിന്നോ, നിങ്ങൾ നല്ല മനുഷ്യൻ, നിങ്ങൾ അവിടെ നിന്നോ, കുറച്ച് കഴിഞ്ഞ് മതി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാട്ടുകാർ തെറി പറയും. അതിനകത്ത് ഇപ്പം നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇനി ഞാൻ കുറച്ച് വീഡിയോ ക്ലിപ്പുകൾ നിങ്ങളെ കാണിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. അതിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരു ചെറിയ പണി കിട്ടിയിരിക്കുകയാണ്. റീച്ചൊക്കെ ഭയങ്കരമായിട്ട് ഡൗൺ ആയി കിടക്കുന്ന ടൈമാണ്. നമ്മുടെ ചാനലിൽ എന്തോ യൂട്യൂബ് കംപ്ലീറ്റ്ലി കുറച്ച് ചാനൽസിന് ഒരു പണി കൊടുത്തിരിക്കുകയാണ്. തീരെ റീച്ചില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പ്ലീസ് സപ്പോർട്ട് ചെയ്യുക, ലൈക്കൊക്കെ ചെയ്യുക, മറക്കരുത്. ഇനി നമ്മുടെ ബിബി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ പാണ്ടിക്കാട് കുഞ്ഞാനെ വിളിച്ച് സംസാരിച്ചപ്പം കുഞ്ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ബിബിയോട് പറയുന്ന കേട്ടു. അത് ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. എന്നിട്ട് നമുക്കൊന്ന് അരി വറക്കണം ഇവനെ.
കാരണം അതിനകത്ത് ലാസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങളെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കും, ഒരു വോയിസ്, ഈ കുഞ്ഞാൻ പറയുന്ന ഒരു കാര്യം കേൾപ്പിക്കും. സത്യം പറഞ്ഞാൽ കുഞ്ഞാനെ നിന്റെ കയ്യിൽ നിന്ന് പോയി. പിന്നെ നീ നമ്മളെ ഒന്നും നെഞ്ചത്തോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. നീ കേസ് കൊടുക്കും മറ്റേത് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നീ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ നിന്നെ പിടിച്ച് അകത്തിടും. കാരണം നീ ഇവിടെ ചെയ്തിരിക്കുന്നത് ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. നീ എത്ര അതിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഇത് കേരളമാണ്, ഇവിടെ ഒരു നിയമമുണ്ട്, ആ നിയമമാണ് നീ ലംഘിച്ചിരിക്കുന്നത്. പിന്നെ വലിയ കഥ പറയാൻ നിൽക്കരുത്. ഓക്കെ, അത് ചൂണ്ടിക്കാണിക്കുന്നവരുടെ നെഞ്ചത്തോട്ട് കയറിയിട്ട് കാര്യമില്ല. എന്തായാലും കുഞ്ഞാൻ പറയുന്ന ആദ്യത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോ ഈ വീഡിയോ ചെയ്തപ്പോൾ എനിക്കുണ്ടായ 3-4 ഡൗട്ട് ഞാനൊന്ന് ചോദിക്കട്ടെ. അപ്പം കഴിഞ്ഞ ദിവസം ഈ മുഹമ്മദ് ഷാഫി വയനാടെന്ന് പറയുന്ന പുള്ളി ഒരു ചാനലിനകത്ത് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു 3 മിനിറ്റ് വീഡിയോ. ആ വീഡിയോക്കകത്ത് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, എനിക്ക് കിട്ടിയിട്ടുള്ള ആ വീടിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നമുക്ക് വാല്യൂ ഇല്ല, 30 ലക്ഷം രൂപയുള്ള വീടിന്റെ വില. അപ്പം ടോട്ടൽ നിങ്ങൾക്ക് പിരിഞ്ഞു കിട്ടിയ ടിക്കറ്റ് നിങ്ങളുടെ ഒരു വീഡിയോക്കകത്ത് ഞാൻ കണ്ടായിരുന്നു 8329 ടിക്കറ്റ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അല്ലേ? അപ്പൊ ഞാൻ കണ്ടത്. അപ്പൊ അതിനകത്ത് എമൗണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കിന് 83,29,000 രൂപ പിരിവ് വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു ജിമിനിയുടെ വിലയും 4 ഗോൾഡ് കോയിനും ആക്റ്റീവ ബുള്ളറ്റ് എല്ലാം കൂടെ ചേർത്ത് ഒരു 20 ലക്ഷം രൂപ. പിന്നെ വീടിന്റെ വില എല്ലാം കൂടെ ആകുമ്പോൾ 50. അപ്പൊ അതിനകത്ത് ബാക്കി മിച്ചം വരത്തില്ലേ? എനിക്കൊരു ഡൗട്ട് തോന്നിയതാണ്, മിച്ചം വരത്തില്ലേ? അപ്പം അതിന്റെ കണക്കും കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഇയാളെ കടം വീടിയിട്ടില്ല. അയാളുടെ കടം വീണ്ടിയിട്ടില്ലേ? അയാളുടെ കടം വീണ്ടാട്ടാനായിട്ടാണോ നീ നാട്ടുകാരെ പറ്റിക്കാനായിട്ട് ഇറങ്ങിയത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. അയാള് കടം ഉണ്ടാക്കി വെച്ചത് തീർക്കാനാണോടാ ഈ ലക്കി ഡ്രോയും കൊണ്ട് നാട്ടുകാരുടെ അടുക്കലോട്ട് ഇറങ്ങുന്നത്? അല്ല, പറയുന്നത് കേട്ടല്ലോ നിങ്ങൾ, അയാളുടെ കടം വീണ്ടിയിട്ടിട്ടില്ല എന്ന്. അല്ല, ഇങ്ങനെയാണെങ്കിൽ നാളെ എനിക്ക് കുറെ കടം ഉണ്ടായി കഴിയുമ്പോൾ ഞാൻ എൻ്റെ വീട് സ്ഥലമൊക്കെ ലക്കി ഡ്രോ വെച്ച് വിൽക്കുകയാണ്. നാളെ ഒരു പുതിയ ട്രെൻഡായിട്ട് അങ്ങോട്ട് ഇറങ്ങുമല്ലോ ആൾക്കാർ ഓരോരുത്തരായിട്ട്. അപ്പം നിങ്ങളെപ്പോലുള്ള ഓരോ ഇൻഫ്ലുവൻസേഴ്സ് ഇതിന് മറ്റേ ചുക്കാനും പിടിച്ച് ഇറങ്ങുമോ? അല്ല, അത് കൊള്ളാലോ പാണ്ടിക്കാട് കുഞ്ഞാനിക്ക. ഏതാണ്ട് 80 ലക്ഷം രൂപ എടുത്ത് കിട്ടി. ആ വീടും അവന് കൊടുത്തിരിക്കുന്ന സ്ഥാനം എല്ലാം കൂടെ ചേർത്തൊരു 50 ലക്ഷം വരത്തുള്ളൂ. പിന്നെ അവന് ലാഭമാണ് ഏതാണ്ട് 30 ലക്ഷം. ഏറ്റവും കുറഞ്ഞൊരു ഏകദേശം ഒരു അഡ്ജസ്റ്റ്മെന്റ് കണക്കാണ് ഈ പറയുന്നത്. അതിനകത്തുനിന്ന് ഈ കുഞ്ഞാനും മേടിച്ചിട്ടുണ്ട് കാശ്. അതായത് കുഞ്ഞാൻ തന്നെ പറയുന്നുണ്ട് കാശ് മേടിച്ചാണ് ചെയ്തതെന്ന്. പിന്നെ കുഞ്ഞാനെ പോലെ വേറെ 1-2 പേരും ഈ സാധനം ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും കാശ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ കാശ് കൊടുത്ത് കാശ് അങ്ങോട്ട് എറിയുക, എന്നിട്ട് ലക്ഷങ്ങൾ ഇങ്ങോട്ട് കൊയ്യുക. പരിപാടി കൊള്ളാം, നാട്ടുകാരുടെ മറ്റേ മൂഞ്ചിച്ചോണ്ടുള്ള പരിപാടി കൊള്ളാം. എന്നിട്ട് നിന്നെ നാട്ടുകാർ വല്ലതും പറയുമ്പോൾ നാട്ടുകാർ മറ്റേ അല്ലെങ്കിൽ പറഞ്ഞ നമ്മൾ മൊത്തം കുറ്റക്കാരല്ലേ? അല്ല, അത് കൊള്ളാലോ കുഞ്ഞാനിക്ക, നല്ല പരിപാടിയാണല്ലോ ഇത്. പോലീസുകാരൊക്കെ ഇത് ഇടപെടേണ്ട സമയം കഴിഞ്ഞു. ഇങ്ങനെയുള്ള ഈ പരിപാടി ഇവിടെ നിർത്തിച്ചേ പറ്റുള്ളൂ. കാരണം ഇത് എങ്ങോട്ടായി പോകുന്നത്? ഏതെങ്കിലും ഒരു തരത്തിൽ അവന്റെ കടം തീർന്നിട്ടില്ല. അവന്റെ കടം തീർക്കാൻ നീ ഞങ്ങളൊക്കെ ആരാണ് കുഞ്ഞാനെ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഏതോ ഒരുത്തൻ കുറെ കടം ഉണ്ടാക്കി വെച്ചെന്നും പറഞ്ഞ് അത് തീർക്കാനായിട്ട് അവൻ കുറച്ച് കാശ് നിന്നെ തന്ന് നീ നാട്ടുകാരെ പറ്റിക്കാൻ ഇറങ്ങുന്നല്ലേ? കൊള്ളാം. ഈ പരിപാടി ഇവിടെ ഇല്ലീഗലാണ്. ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആരും ഇറങ്ങാതിരിക്കുക. ഇങ്ങനെയുള്ള ലക്കി ഡ്രോയിൽ കാശ് കൊണ്ട് കളയാതിരിക്കുക. മനസ്സിലായില്ലേ? ഇതിനകത്ത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വീട് കിട്ടിയിരിക്കുന്നത് ഈ നാസറിന്റെ തന്നെ ബന്ധുവിനാണെന്നൊക്കെ പറയുന്നുണ്ട്. അവർ തമ്മിൽ അറിയാം, ബന്ധുവല്ല, ലൈക്ക് കൂട്ടുകാരന്റെ മകനോ അങ്ങനെ എന്തൊക്കെയോ കഥകൾ പറയുന്നുണ്ട്. നമ്മൾ കൂടുതലായിട്ട് അതിന് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഇതിന്റെ തുടക്കം തന്നെ ഉടായിപ്പാണ്. നമ്മൾ അവിടുന്ന് അങ്ങ് പിക്ക് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ വേര് തപ്പി പോയി കഴിഞ്ഞാൽ മൊത്തം ഉടായിപ്പായിട്ട് മാറത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതിന്റെ തുടക്കം തന്നെ ഉടായിപ്പാണ്. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. അത് ചെയ്തിട്ട് പിന്നെ അത് നാട്ടുകാർ വല്ലതും പറയുമ്പോൾ പിന്നെ അതിന്റെ പേര് നമ്മുടെയൊക്കെ യൂട്യൂബേഴ്സ് റിയാക്ട് ചെയ്ത് പറഞ്ഞ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. അല്ല, അങ്ങനെ ഒരു ഡയലോഗ് ഇവൻ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ ബാക്കി ഒന്ന് കേട്ടെ. പൊന്നാര സുഹൃത്തെ, ഇത് അത്രയും ആൾക്കാരടിയിൽ നിന്ന് നമ്മളോട് ഇവര് നറുക്കെടുക്കാൻ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? കയ്യിലോട്ട് പോയപ്പോഴത്തേക്ക് ആ സൈഡ് പോകാൻ ഞാൻ എന്റെ ലൈഫിൽ ഇന്നേ വരെ ഞാൻ നറുക്കെടുത്തിട്ടില്ല. ഞാൻ ഈ കുറി കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു വ്യക്തിയാണ്. ഞാൻ ആകെ ചെയ്തു പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഇട്ടുന്നുള്ളൂ. കാരണം ഇതുവരെ ചെയ്യുമ്പോൾ നറുക്കെടുപ്പ് എന്താ ഏതാന്ന് നമുക്ക് അറിയാത്ത ഒരാളാണ് ഞാൻ. ഇതിന്റെ പേജ് നോക്കി കഴിഞ്ഞാൽ അറിയാം. അതിന്റെ അടിയിൽ പിന്നെ ഈ ആൾക്കാരുടെ അടിയിൽ നിന്ന് ഇവരിഞ്ഞോട് പറഞ്ഞു, പിന്നെ ആദ്യം ഇവര് ഒന്ന് പൈസ മറിച്ചിക്കണ്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് പറഞ്ഞത് നിങ്ങൾ എടുക്കണം കേട്ടോ പറഞ്ഞു. നിങ്ങൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റാണ്, നിങ്ങളല്ല പിന്നെ വേറെ എടുക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്തത്. എനിക്കറിയാം, കാരണം ഞാൻ എടുത്തത് ഇത് മെയിൻ ഞാൻ പറഞ്ഞ ഇത് മെയിൻ എന്താണ് മെയിൻ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വിഷയമാവുന്നുള്ളത് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടി നിൽക്കുകയാണ് ജനങ്ങൾ. ഞാൻ ഇപ്പൊ ഈ വീഡിയോ പിന്നെ പോലീസ് എന്നെ വിളിച്ചിരുന്നു, ഞാൻ അത് കാട്ടിക്കൊടുത്തു. ഇതാണ് എന്റെ വീഡിയോ. ഇതാണ് എന്റെ വീഡിയോ. ഞാൻ ലൈവ് എടുത്തു, ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടില്ല. എന്നോട് ഇങ്ങനെ പേരിൽ പരാതി വന്നിട്ടുണ്ട്. എന്താണ് എന്റേത്? ഇതാണ് എന്റെ വീഡിയോ. അപ്പൊ 100-300 ജനങ്ങളെ മുന്നിൽ അതും കൊടുക്കുന്ന പറഞ്ഞൊരു നാട്ടില് ജനങ്ങളൊന്നും അതിനകത്തില്ലായിരുന്നു, ഞാൻ കണ്ടു. അവിടെ അല്ലടാ, അത് പെരന്റെ ഹാളാണത്. അത് പെരന്റെ ഹാളാണ്. കാരണം 4 ദിവസമായിട്ട് അവിടെ മഴയാണ്.
4 ദിവസമായിട്ട് അവിടെ പെരും മഴയാണ്. കാരണം പെരും മഴയും കാറ്റും അങ്ങനെയാണ് അവിടുത്തെ സ്ഥലം. അങ്ങനെ നമ്മൾ ഇതിന്റെ മുന്നേ അവിടെ ഓരോ പേരുടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗ്രൗണ്ട് ഉണ്ട്. ഈ ഗ്രൗണ്ടിൽ ഗ്രാൻഡ് ആയിട്ടുള്ള പരിപാടി വെക്കാനുള്ള പരിപാടിയായിരുന്നു. കറണ്ട് എന്ന് പറഞ്ഞ സാധനമല്ല. കാരണം നമ്മൾ ലൈവ് ഇട്ടപ്പോൾ അവിടെ കറണ്ട് പോയത് വരെ ഈ വീഡിയോയിലുണ്ടാവും. കാരണം എന്താണ്, അവിടെ ജനറേറ്റർ കൊടുങ്ങാണ്ടാണ് ഇത് ഇതാക്കിയിരിക്കുന്നത് വെച്ചിരിക്കുന്നത്. ഈ ജനറേറ്ററിന് ഇടക്കിടക്ക് ഓഫ് ആവും. ഒരു 4 ദിവസമായിട്ട് ആ ഭാഗത്ത് കറണ്ട് ഇല്ല. അങ്ങനെ ഈ കറണ്ട് പിന്നെ ഉള്ളിൽ വെച്ചാണ്, ഹാളിൽ വെച്ചുകൊണ്ടാണ് നമ്മള് സിറ്റ് ഔട്ടിൽ വെച്ചുകൊണ്ടാണ് ഇത് ഇതാക്കിയത്. നിങ്ങൾ ആലോചിക്കണം, മറ്റേ കുഞ്ഞാൻ തന്നെ നേരത്തെ പറയുന്ന കേട്ടല്ലോ, കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന ഒരുത്തൻ അവന്റെ വീടും അവന്റെ വീട്ടിലുള്ള കാറും അതും ഇതുമൊക്കെ ലക്കി ഡ്രോ വഴി കൊടുക്കുന്നു. എന്നിട്ട് അത് കൂപ്പൺ വെച്ചിട്ട് മറ്റേ സാധനം വെച്ചിട്ട് 1000 രൂപ ഇതെല്ലാം നടത്തുമ്പോഴത്തേക്ക് അവന്റെ കടം കയറി മുടിഞ്ഞപ്പോഴാണ് അവനെ ചെയ്യുന്നത്. ഇതിന്റെ അവസാന ദിവസം ആ ലക്കി ഡ്രോ നടത്താനായിട്ട് ഗംഭീര ആഘോഷം, സ്റ്റേജൊക്കെ കെട്ടി മൈതാനത്ത് പരിപാടി സെറ്റ് ചെയ്ത്, ഇതിനുള്ള കാശൊക്കെ എവിടുന്നാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതിനുള്ള കാശൊക്കെ എവിടുന്നാ? കാരണം ഇവന്മാർ ഈ കൊടുക്കുന്നതിന്റെ ഡബിൾ ഇരട്ടിയാണ് ഇവന്മാർക്ക് കിട്ടുന്നത്. മനസ്സിലായില്ലേ? ആ നാസർ എന്ന് പറയുന്ന വ്യക്തിക്ക് നല്ല പൈസ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവനെ പോലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് കാശ് കൊടുത്ത് ഈ പരിപാടി ചെയ്യിക്കുന്നത്. ഓക്കെ, കാര്യം കത്തിയല്ലോ നിങ്ങൾക്ക്. സോ ഇത് നമ്മൾ മുളയിലേ നുള്ളിയില്ലെങ്കിൽ ഇത് വലിയൊരു പ്രശ്നമായി മാറും ഉറപ്പായിട്ടും. നാളെ ഒരുപാട് പേരുടെ ചതിക്കുഴിയിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും പോയി വീഴേണ്ടി വരും. നമ്മൾ ഈ പൈസ കിട്ടുമല്ലോ, നമ്മൾ നോക്കുമ്പോൾ എന്താ, സാധാരണക്കാർ നോക്കുമ്പോൾ എന്താ, ഒരു 1000 രൂപ ഉള്ളൂ, എങ്ങനെ ലക്കി ഡ്രോയിൽ നമുക്കത് കിട്ടിയാലോ. പക്ഷെ അങ്ങനെ കിട്ടത്തില്ല. കാരണം അവന്മാരുടെ തന്നെ അവന്മാർക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആളുകൾ ഇങ്ങനെയുള്ളവർക്കായിരിക്കും ഇത് കൊടുക്കുന്നത്. നിങ്ങൾ കണ്ടല്ലോ, തെളിയുന്നുണ്ടല്ലോ ഇവിടെ ഓരോ പരിപാടി. പിന്നെ അത് മാത്രമല്ല, ഇത് ഇല്ലീഗലായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ആരും ഇതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാൻ വീണ്ടും അതാണ് പറയുന്നത്. ഈ കുഞ്ഞാനൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ മണ്ടത്തരം കൊണ്ടാണ്. ഇയാൾ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. ഇയാൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞോ, പിന്നെ വന്നിരുന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത്. അതിനെ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയൊരു, ഇവിടെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം. അതിവനൊന്നും എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല. ബാക്കി പിന്നെ ഈ പറഞ്ഞ നമുക്ക് ഈ പ്രൈസ് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് പ്രൈസ് കിട്ടിയ ഈ സംഭവം ഇവർ മറച്ചു വെച്ച കാര്യവും, സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളുടെ അളിയനാണ് അവിടെ വൈറ്റ് ഷർട്ട് ഇട്ട് ടീഷർട്ട് ഇട്ട് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇത് പിന്നെ കൂടുതലല്ലേ? അതിന്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ അറിയായിരുന്നു ഈ സംഭവം. ഇവർക്ക് രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരുന്നെന്നും ഇവരെല്ലാം ഇവരുടെ ഫാമിലി ആയിരുന്നെന്നും മകന്റെ കൂട്ടുകാരനാണ് ഇത് അടിച്ചതെന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എനിക്ക് അറിയുന്നില്ല. കാരണം ഇവര് ബന്ധമുണ്ട്, ഇവര് പിന്നെ കുടുംബക്കാരാണെന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. ഞാൻ ഇത് കിട്ടിയിട്ട് ഈ അടിച്ച ടീം ഉണ്ടല്ലോ, ഈ അടിച്ച ടീമിനെ തന്നെ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. വീടടിച്ചാള് ഷാഫി, ഈ ഷാഫി എന്ന് പറഞ്ഞത് ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതേപോലെ ഈ നാസർ ഖാനോട് ഞാൻ ചോദിച്ചു, നിങ്ങളത് അറിയോ ചോദിച്ചു. ഇയാളും പറഞ്ഞത് ഇന്നേ വരെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. മൂപ്പരും കണ്ടിട്ടില്ല. ഇനി ഇതിന്റെ ടിക്കറ്റിന്റെ പിന്നെ അതാണ് ഞാൻ പറയുന്നത്. നീ ശരിക്ക് കേട്ടോ, ഇത് ഈ അൻവർ ഉണ്ടല്ലോ, ഇവര് പിന്നെ ഇയാളെ മകനാണ്. വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഇതൊരു 4 വർഷം മുന്നേ ഇവൻ ഇൻസ്റ്റയിൽ ഇവന്റെ വൈഫിന്റെ ഫ്രണ്ടാണ്. ഒരു കാലിന് സുഖമില്ലാത്തൊരു കുട്ടിയാണ്. അങ്ങനെ വീൽ ചെയറിലാണ് ഇവര്. ഞാന് പിന്നെ കോഴിക്കോട് പേരാമ്പ്ര ഭാഗത്ത് പിന്നെ നമ്മളെ വേൾഡ് കപ്പ് നടക്കുന്ന ടൈം ഉണ്ടല്ലോ, ഈ വേൾഡ് കപ്പ് നടക്കുന്ന ടൈമിലാണ് റോഡ് സൈഡിൽ നിന്നാണ് ഇതിന്റെ വീഡിയോ എടുത്തത്. നടന്നു പോണ വീഡിയോ. ഇതൊക്കെ ഞാൻ ഇവരോട് ചോദിച്ചു. ഇതൊക്കെ ഞാൻ പിന്നെ ഇവരോട് ചോദിച്ചപ്പോൾ ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിന്റെ എവിടുന്ന കണ്ടത്, എവിടുന്നാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത് വരെ ഞാൻ ചോദിച്ചു അവരോട്. ഇനി ഈ അൻവറിനെ ഞാൻ ലാസ്റ്റ് ആയിട്ട് കണ്ടത് എവിടുന്ന് അറിയോ? അന്ന് രാത്രി കാതൽ കരിപ്പൊടി എന്നോട് പറഞ്ഞു, ഞാൻ എന്തായി ലൈവിൽ എന്തെങ്കിലും ആൾക്കാർ ഓരോന്ന് പറയുന്നത് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ് നമ്മളെ ആൾക്കാർ പിന്നെ ക്ലിയർ ആയിട്ട് തന്നെ ഞാൻ അടുത്ത് ഇത് എന്ത് ചെയ്താലും അല്ല, ഈ നറുക്ക് കിട്ടിയ ആളെ ഇന്ന് തന്നെ പോയി കാണണം കേട്ടോ പറഞ്ഞു. അതിനകത്ത് കിക്കാണ് കഴിഞ്ഞ ഒരു വീഡിയോ ഹോട്ടലിൽ ഇരുന്ന് പറയുന്ന വീഡിയോ ഒക്കെ ഞാൻ നാളെ തന്നെ വയനാട്ടിൽ ചെന്ന് ഇത് കണ്ടിരിക്കുന്നു പറഞ്ഞു. പക്ഷേ ഇവരവിടല്ല, ഇവർ ഇന്നലെ ഇല്ല, ഞാൻ ഇന്നലെ പോകാൻ നിന്നാണ്. അങ്ങനെ ഇതുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗം ക്ലിയർ ചെയ്യണ്ടേ? നിങ്ങൾ എപ്പോഴും ആ കണ്ടിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ക്ലിയർ ചെയ്യണ്ടേ? അവരവിടെ ഇല്ലാത്ത ബ്രോ ഞാൻ പറഞ്ഞത് ഇവരുടെ പരിപാടി കല്ലിന്റെ പരിപാടിയാണല്ലോ. ഈ കല്ലിന്റെ പരിപാടി അപ്പൊ എവിടെ ജയ്പൂര് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആ വീടിന്റെ ശരിക്കുള്ള ഉടമസ്ഥൻ നാസർ. ഇപ്പോഴത്തെ അല്ല, ഇപ്പം മറ്റേ ലക്കി ഡ്രോ അടിച്ചോരത്തിന് കിട്ടിയല്ലോ. അപ്പോ ആ ശരിക്കുള്ള ഉടമസ്ഥനായിട്ടുള്ള ആ ഒരു വ്യക്തി, അവനും ഇപ്പൊ ഈ ലക്കി ഡ്രോ വിന്നർ ആയിട്ടുള്ള വ്യക്തിയും തമ്മിൽ പരിചയമുണ്ട്. അത് ഈ ഒരു കുഞ്ഞിക്കാദറിന് അറിയില്ല എന്നാണ് കുഞ്ഞിക്കാദർ പറയുന്നത്. അവർ തമ്മിൽ പരിചയം ഉണ്ടായിരുന്നു, എനിക്കത് അറിയില്ല, ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, ഞാൻ രണ്ടുപേരോടും ചോദിച്ചതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കുഞ്ഞിക്കാദറിനോട് എനിക്ക് ചോദിക്കാനുള്ളത്, കുഞ്ഞിക്ക നിങ്ങളിതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നത് ഇനി ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കണം? കാരണം അവർ തമ്മിൽ പരിചയമുള്ള ആളുകളാണ്. അവിടെ തന്നെ പൊളിഞ്ഞു, അവിടെ തന്നെ ഈ ലക്കി ഡ്രോ കംപ്ലീറ്റ്ലി ഉഡായിപ്പാണെന്ന് മനസ്സിലായി. പിന്നെ ഇത് പ്രൊമോട്ട് ചെയ്യാമെന്ന് നിങ്ങൾ പറയുന്നത് നമ്മളെന്തിനാ വിശ്വസിക്കാൻ നിൽക്കുന്നത്? കാരണം അതിനേക്കാട്ടിലും വലിയ ഉഡായിപ്പ് നിങ്ങൾ ഈ തപ്പി ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സംശയമായി. കാരണം ഈ നാസറോ അല്ലെങ്കിൽ മറ്റോമാരോ ആരെങ്കിലും ചിലപ്പോൾ കുഞ്ഞാക്കനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, കുഞ്ഞാക്ക അവിടെ നിന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്, നേരെ കൈയിട്ടങ്ങ് തപ്പി കുറച്ചു നേരം അവിടെ കറക്കിയിട്ടെങ്കിൽ എടുത്തോളാൻ.
പറയാൻ പറ്റത്തില്ലേ? ഇല്ലെങ്കിൽ എങ്ങനെ കറക്റ്റായിട്ട് അവന്മാർക്ക് തന്നെ കിട്ടി? ചോദ്യം ചോദിക്കും. ഇതിനൊക്കെ നമ്മളോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യവും ഇല്ല കുഞ്ഞിക്കാതിർക്ക. ഓക്കെ, കാരണം ഉടായ്പ് കാണിച്ചാൽ നമ്മൾ ചോദിക്കും, മനസ്സിലായോ? അതിനകത്ത് പിന്നെ വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല. ഇനി ഈ സാധനം ഒന്ന് കണ്ടേ അല്ലെങ്കിൽ കേട്ടേ. ഞാൻ 5 മാസമായി ഇപ്പൊ ഈ നറുക്കെടുപ്പിന്റെ പിന്നാലായിട്ട്. അപ്പൊ ആദ്യം ഒരു വട്ടം നമ്മൾ ഡേറ്റ് മാറ്റിയതാണ്. പിന്നെയും നമ്മളോട് പിന്നെ ഡേറ്റ് ഇനി മാറ്റാൻ പറ്റൂല, ഇനി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വിഷയമാണ്, ഈ ദിവസം തന്നെ എടുക്കാൻ പറഞ്ഞ് ഞാൻ നിർബന്ധിച്ചിട്ടാണ് ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത്. ഈ ഡേറ്റിൽ തന്നെ നറുക്കെടുത്തത് ഞാൻ പറഞ്ഞിട്ടാണ്. മറ്റേ അവിടുത്തെ ആൾക്കാരൊക്കെ പറഞ്ഞു വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ നമുക്ക് വേണമെങ്കിൽ പിന്നെ മാറ്റാറോ, പക്ഷെ അതൊന്നും പറ്റൂല. ഞാൻ എന്തായാലും ഈ കറക്റ്റ് ഡേറ്റിന് ഞാൻ നറുക്കെടുക്കും. എനിക്ക് നാട്ടുകാരെ മുന്നിൽ പിന്നെ തലയുർത്തി നടക്കാനുള്ളതാണ്. അപ്പൊ ഈ നാസർ എന്ന് പറഞ്ഞവനുണ്ടല്ലോ, മുടിഞ്ഞ ആക്രാന്തം പിടിച്ച ഒരു ഉത്തരാന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അവന് കിട്ടിയതൊന്നും പോരാ. അപ്പം പിന്നെ ഡേറ്റ് അങ്ങോട്ട് മുന്നോട്ട് നീക്കണമെന്നും പറഞ്ഞിരുന്നത്. നമ്മുടെ വണ്ടിക്കാട് കുഞ്ഞിക്ക എന്തായാലും അതൊന്നും നടക്കത്തില്ല, പറ്റത്തില്ല, ഇനി നാട്ടുകാരനെ തെറി പറയുമെന്നും പറഞ്ഞ് എന്തായാലും അത് പെട്ടെന്ന് അങ്ങ് നടത്തി. ഇല്ലെങ്കിൽ അവൻ കുറച്ചും കൂടെ ഉണ്ടാക്കിയേനെ, മനസ്സിലായില്ലേ? അപ്പൊ ഈ നാസറും ഇപ്പൊ ഈ സമ്മാനം അടിച്ചവരും ഒക്കെ തമ്മി ഇത് പ്ലാൻ ചെയ്ത് ഒട്ടിച്ചു വെച്ചതാണെന്നുള്ള കാര്യത്തിൽ ഏകദേശം ഒരു 50% നമ്മളിങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് അങ്ങോട്ട് തള്ളിക്കളയാനും പറ്റാത്തൊരവസ്ഥയാണ്. നേരത്തെ ഒന്നും അതെനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അത്രയും ആൾക്കാരെ പൊട്ടന്മാരാക്കിയിട്ട് കുഞ്ഞിക്ക ആ ഒരു പരിപാടിക്ക് നിൽക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇപ്പൊ ഇത് ഓരോ ദിവസം കഴിയുന്തോറും ഇവര് തമ്മിൽ മറ്റേ കണക്ഷൻ ഉണ്ടായിരുന്നൊക്കെ ഇപ്പൊ അറിയുമ്പോഴത്തേക്ക് കാണുവിടെ എന്തെങ്കിലുമൊക്കെ ഉടായ്പ് കാണും. ഇപ്പൊ നമ്മുടെ ഈ കുഞ്ഞിക്ക എന്തായാലും പൊക്കിക്കഴിഞ്ഞപ്പോൾ ഇനിയിപ്പം സത്യം ഒരു പരിധി കൂടുതൽ തുറന്നു പറയാൻ പറ്റത്തില്ല. നാസറിന്റെ മണ്ടയ്ക്ക് വെച്ചു കൊടുക്കാനേ പറ്റത്തുള്ളൂ, അതേ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഇനിയിപ്പം നാസർ വന്നിട്ട് പറയണം ഞങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ടായിരുന്നു, ഇവൻ ഈ നമ്മുടെ കാതർക്കയും അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കേസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, പാണ്ടിക്കാരനൊക്കെ അറിഞ്ഞുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു അവിടെ. പക്ഷെ അങ്ങനെ ഒരിക്കലും നാസർക്ക ചെയ്യത്തില്ല. അങ്ങനെ ചെയ്താൽ നാട്ടുകാർ കല്ലെറിയും നാസറിനെ, മനസ്സിലായില്ലേ? 2-3 ദിവസം കൂടെയൊക്കെ ഈ ഒരു ടോപ്പിക് ഇങ്ങനെ ചർച്ച ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് നിൽക്കും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കാതർക്ക നമ്മുടെ പാണ്ടിക്കാടണ്ണൻ ഒരു ഡയലോഗ് അടിച്ചതിൻ്റെ ഇടയ്ക്ക് അത് മാത്രം ഞാൻ സെപ്പറേറ്റ് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. നിങ്ങളതൊന്ന് കേട്ടോണം, എന്നിട്ട് വേണം എനിക്ക് ഇവന് നല്ലൊരു മറുപടി കൊടുക്കാൻ. കേട്ടോ? ഇത് പിന്നെ വിവാദമാക്കിയവരുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കുന്നുണ്ട്. വിവാദമാക്കിയവർക്കെതിരെ കേസ് കൊടുക്കുന്നുണ്ട്. അതായത് ഈ സാധനമൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന നമുക്കെതിരെ കേസ് കൊടുക്കാൻ പോവാന്ന് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാനിക്ക. അപ്പൊ കുഞ്ഞാനിക്ക കൊണ്ട് കേസ് കൊടുക്കും. കുഞ്ഞാനിക്ക കേസ് കൊടുക്കാൻ ചിലപ്പോൾ പോലീസുകാർ ചോദിക്കും എന്തിനാണ് അവർ റിയാക്ട് ചെയ്തത്, എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന്. അപ്പൊ നിങ്ങൾ പറയണം പോലീസുകാരോട്, ഞാൻ ഇതുപോലെ കേരളത്തിൽ ചെയ്യാൻ പാടില്ലാത്ത ഒരു ലക്കി ഡ്രോ നടത്തി, അപ്പൊ അവന്മാരെല്ലാം കൂടെ എന്നെ എടുത്ത് വെച്ച് വാട്ടി എന്ന് തന്നെ പറയണം കേട്ടോ. എന്ന് തന്നെ നീ പറയണം. അപ്പൊ മനസ്സിലാവും ആദ്യം ആരകത്ത് പോകുമെന്നുള്ളത്. ഓക്കെ, പിന്നെ പോലീസുകാർ വഴിയെ തിരക്കി വരുമ്പോ ഇവിടെ പല ചേട്ടന്മാരും അകത്ത് പോകും, ഈ ലക്കി ഡ്രോ ചെയ്യുന്നവന്മാര്. ഇവിടെ ഇത് ഇല്ലീഗലായിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ഇതിനെ കൂട്ടു നിൽക്കാൻ പോകരുത്. ഇവന്മാര് പല ഇതുപോലത്തെ പ്രൊമോഷനും കൊണ്ട് വരും, പോയി തല വെക്കരുത്, ഇത് പണിയായി മാറും. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ പറ്റിയിട്ടുള്ളത് വരെ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക, ഒന്ന് ലൈക്കൊക്കെ തരിക. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ, ചാനൽ നല്ല രീതിയിൽ ഒരു ഡൗൺ ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ യൂട്യൂബിൽ ഇടയ്ക്ക് ഇങ്ങനെ ഒരു പണി കിട്ടാറുണ്ട്. ആ പണി ഇപ്പോൾ എനിക്കാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.